ഇന്ന് നമുക്ക് വീടുകളിൽ എങ്ങനെ പൊറോട്ട ഉണ്ടാക്കാം എന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. ഇനി ഈ പൊറോട്ടയ്ക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ പറയാം. മൈദ 2 കപ്പ്. സാധാരണ മൈദയാണ് ഇട്ട് ഉണ്ടാക്കിയാലേ പൊറോട്ട നന്നാവുകയുള്ളൂ. ഈസ്റ്റ് 1/4 സ്പൂൺ, പഞ്ചസാര 1/4 സ്പൂൺ, ഉപ്പ് പാകത്തിന്, പാചക എണ്ണ 100 ml. അത് ഏത് എണ്ണയാണെങ്കിലും കുഴപ്പമില്ല. ആദ്യം മൈദ എടുക്കുക. ഇതുപോലെ ഒരു പാത്രത്തിൽ 1.5 കപ്പ് ആദ്യം ഇടണം. ഇതുകൊണ്ട് നമുക്ക് സാധാരണ വലിപ്പമുള്ള 6-7 പൊറോട്ട ഉണ്ടാക്കാം. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ പാത്രത്തിൽ 1.5 കപ്പ് മൈദയാണ് ഉള്ളത്. അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1/4 സ്പൂൺ ഈസ്റ്റ്, 1/4 സ്പൂൺ പഞ്ചസാര, കുറച്ച് ഉപ്പ് എന്നിവ ഇടുന്നു. എന്നിട്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് ഇത് കുഴയ്ക്കുന്നു. ഏതാണ്ട് കുഴച്ച് ഒരു പരുവമാകുമ്പോൾ ബാക്കി നമ്മൾ ആദ്യം 1.5 കപ്പ് ഇട്ടുള്ളൂ, ആ 1/2 കപ്പ് മൈദ കൂടി ഇട്ട് കുഴച്ച് ആ മാവെല്ലാം കൂടി ഏതാണ്ട് ഇതുപോലെ ഒരു പരുവമാക്കി ഒന്നാക്കി വീണ്ടും കുഴച്ച് ഇങ്ങനെ ഇട്ടിച്ച് ഒരു പരുവമാക്കി 1 മണിക്കൂർ നേരം മൂടി വയ്ക്കുക. ഇനി നല്ല ഒരു പ്രതലം ഇതൊന്ന് ഈ മാവ് പരത്തുവാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. എൻ്റെ ഈ അടുക്കളയുടെ പാതകത്തിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് വൃത്തിയാക്കി തുടച്ച് ഉണക്കിയെടുത്തിരിക്കുന്നു. അവിടെ ഇതുപോലെ കുറച്ച് എണ്ണ, കുക്കിംഗ് ഓയിൽ ഏതുമാകാം, നെയ്യാണെങ്കിലും കുഴപ്പമില്ല, ഡാൽഡ ആയാലും ഒന്നും കുഴപ്പമില്ല, ഒഴിച്ച് എന്നിട്ട് അതിന് മുകളിലേക്ക് ഒരു കോഴിമുട്ടയുടെ വലിപ്പമുള്ള മാവ് കൈകൊണ്ട് തന്നെ മുറിച്ചെടുത്ത് ഇതുപോലെ ചപ്പാത്തി പരത്തുന്നത് പോലെ ഇങ്ങനെ നീളത്തിൽ പരത്തിയെടുക്കുക. ഇനി അതിന് മുകളിൽ കുറച്ച് എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഇതുപോലെ ഒഴിച്ചിട്ട് ഒരറ്റത്ത് നിന്നും ഇങ്ങനെ പൊക്കിയെടുക്കുക. ഇതുപോലെ ഇങ്ങനെ ചുറ്റി അടിയിലേക്ക് കൊണ്ടുവന്ന് അറ്റം ഇങ്ങനെ അകത്തേക്ക് കയറ്റി ഒന്ന് തള്ളി ഇതുപോലെ വെക്കുക. മുഴുവൻ മാവും ഇതുപോലെ വച്ചതിന് ശേഷം ഓരോന്നായി കൈ കൊണ്ട് പരത്തി എടുക്കുക. എന്നിട്ടത് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ഇതിങ്ങനെ പരത്തി ചുട്ട് മറിച്ചിട്ട്
എടുത്ത് ഇതുപോലെ ഒന്നിനു മീതെ ഒന്നായി വയ്ക്കുക. ഇനിയാണ് മെയിൻ ഭാഗം. ഇനി ഇതിങ്ങനെ ഇതുപോലെ വശങ്ങളിൽ നിന്നും ഇതിനിട്ട് അടിക്കുക. മുകളിൽ കൈ കൊണ്ട് ഇങ്ങനെ 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 വെട്ടുക. ഇതുപോലെ 3-4 തവണ ഇങ്ങനെ അടിക്കണം. അപ്പോഴാണ് ഇത് യഥാർത്ഥ പൊറോട്ടയാകുന്നത്. ഇതുപോലെ ഇത് കണ്ടോ, ഇതുപോലെ ഇത് ഇങ്ങനെ ഇതളായിട്ട് കിട്ടും. നമ്മൾ കടയിൽ നിന്നൊന്നും പൊറോട്ടയൊന്നും മേടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്.